Fourier transform of derivatives. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഫോറിയർ ട്രാൻസ്ഫോം യൂസ് ചെയ്തിട്ട് എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളതാണ് നമ്മളിതിൽ നോക്കുന്നത്. യൂസിങ് ദ എക്സ്പോണൻഷ്യൽ ഫോം വി ഡിറ്റർമിൻ ദ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എക്സ്. അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം ഡിറ്റർമിൻ ചെയ്യാണ് അതിൻ്റെ എക്സ്പോണൻഷ്യൽ ഫോം യൂസ് ചെയ്തിട്ട്. ജി ഓഫ് ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫോം ഓഫ് ദി, അതായത് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ദി ഒറിജിനൽ ഫംഗ്ഷനാണ് ജി ഓഫ് ഒമേഗ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. g of omega is equal to 1 by root 2 pi integral minus infinity to infinity f of x into e raised to omega x e raised to I omega x dx. ഇനി നമ്മൾ അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ്, അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ ട്രാൻസ്ഫോർമേഷൻ നോക്കാം. ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ഫസ്റ്റ് ഡെറിവേറ്റീവ് വെച്ചിട്ട് നമ്മളതിനെ ഡിറ്റർമിൻ ചെയ്യണം. ആൻഡ് ഫോർ ദ ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു g1 ഓഫ് ഒമേഗ. g1 ഓഫ് ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തിനാണ്? ഡെറിവേറ്റീവിൻ്റെ ട്രാൻസ്ഫോം ഓഫ് ദി ഫസ്റ്റ് ഡെറിവേറ്റീവ്. g1 ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു 1 ബൈ റൂട്ട് 2 പൈ ഇൻറ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു ഇ റേസ് ടു ഐ ഒമേഗ എക്സ് ഡി എക്സ്. ഇനി നമ്മളതിനെ പാർട്ടാക്കി ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. രണ്ട് പാർട്ടാക്കി ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണ് ഇക്വേഷൻ 2-നെ, which is equal to g1 of omega is equal to e raised to I omega x divided by root 2 pi f of x into interval കൊടുത്തിട്ട് minus infinity to infinity minus I omega by root 2 pi into integral minus infinity to infinity f of x e raised to I omega x dx. ഇനി നമ്മളിതിനെ എക്സിന് പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ത് ചെയ്യുന്നു? വാനിഷ് ചെയ്ത് പോകും. അപ്പം നമുക്ക് ബാക്കി എന്താ ഉണ്ടാവുക? g1 ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു മൈനസ് ഐ ഒമേഗ ഇൻറ്റു ജി ഓഫ് ഒമേഗ. അപ്പോൾ ഇതിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ദി ഫസ്റ്റ് ഡെറിവേറ്റീവ്, അതായത് g1 ഓഫ് ഒമേഗ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ദ ട്രാൻസ്ഫോം ഓഫ് ദ ഡെറിവേറ്റീവ് ഈസ് മൈനസ് ഐ ഒമേഗ ടൈംസ് ദ ട്രാൻസ്ഫോം ഓഫ് ദ ഒറിജിനൽ ഫംഗ്ഷൻ, വിച്ച് ഈസ്, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. g1 ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു മൈനസ് ഐ ഒമേഗ ഇൻറ്റു ജി ഓഫ് ഒമേഗ. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് വെച്ചിട്ടാണ് ട്രാൻസ്ഫോർമേഷൻ എഴുതിയിട്ടുള്ളത്. നമുക്കിതുപോലെ സെക്കൻഡ് ഡെറിവേറ്റീവ് വെച്ചിട്ടും തേർഡ് ഡെറിവേറ്റീവ് വെച്ചിട്ടും അങ്ങനെ nth ഡെറിവേറ്റീവ് വരെ നമുക്ക് ഈ ഇക്വേഷൻ എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് nth ഡെറിവേറ്റീവിനെ വെച്ച് എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ ഫോറിയർ ട്രാൻസ്ഫോർമേഷൻ എഴുതാൻ പറ്റുക? gn ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു മൈനസ് ഐ ഒമേഗ റേസ് ടു എൻ ജി ഓഫ് ഒമേഗ. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു, ഇതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള പാർട്ടിത്തെ എല്ലാ ടേംസും നമ്മൾ എക്സിന് പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ വാനിഷ് ചെയ്ത് പോയി. അപ്പോൾ പ്രൊവൈഡഡ് ഓൾ ദി ഇൻ്റഗ്രേറ്റഡ് പാർട്സ് വാനിഷസ് എക്സ് ടെൻസ് ടു പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി. അപ്പോൾ അതിനെയാണ് പറയുന്നത് ദിസ് ഈസ് ദ പവർ ഓഫ് ദ ഫോറിയർ ട്രാൻസ്ഫോം. അതായത് നമ്മൾ ഇൻ്റഗ്രേറ്റഡ് പാർട്സൊക്കെ നമ്മളിവിടെ വാനിഷ് ചെയ്ത് പോയി എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോറിയർ ട്രാൻസ്ഫോർമേഷൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വേ ആണ്. അതായത് നമ്മളിപ്പോൾ ഇവിടെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്തത്? ജസ്റ്റ് ഒരു മൾട്ടിപ്ലിക്കേഷൻ മാത്രമാണ് ചെയ്തത്. അതുവഴി നമുക്ക് ആ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് ഫോറിയർ ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു അച്ചീവ്മെൻ്റ് ആണ്. ഇനി നമ്മൾ ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കുകയാണ്. എങ്ങനെയാണ് ഫോറിയർ ട്രാൻസ്ഫോർമേഷൻ എന്താ പറയുക, നമുക്ക് ഇല്ലസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു എക്സാമ്പിൾ കൊടുക്കുകയാണ്. നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ളൊരു എക്സ്പ്രഷനാണ് an infinitely long string is vibrating freely വൈബ്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രിങ് നമ്മൾ എടുക്കുകയാണ്. നമ്മൾ പൊതുവെ ഫോറിയർ ട്രാൻസ്ഫോർമേഷൻ പറഞ്ഞ ടെക്നിക്ക് നമ്മൾ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രിങ് എടുക്കുകയാണ്, ഫ്രീലി വൈബ്രേറ്റിംഗ് ആയിട്ടുള്ള. അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് y എന്ന് പറയുന്നത് അതിൻ്റെ വൈബ്രേഷൻസ്, ആ സ്ട്രിങ്ങിൻ്റെ വൈബ്രേഷൻസിൻ്റെ ആംപ്ലിറ്റ്യൂഡ് നമ്മൾ y എന്നാണ് കൊടുക്കുന്നത്. അത് ഡോ സ്ക്വയർ y ബൈ ഡോ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 ബൈ ന്യൂ സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ y ബൈ ഡോ ടി സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ള വേവ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു വേവ് ഇക്വേഷനിലേക്ക് ഒരു ഇനീഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. y ഓഫ് x0 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഇനി നമ്മൾ അതിലേക്ക് ആ ഇക്വേഷനിലോട്ട് നമ്മൾ ഫോറിയർ ട്രാൻസ്ഫോം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഫോറിയർ ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൾട്ടിപ്ലിക്കേഷനാണെന്ന് പറഞ്ഞു. എഫ് ഓഫ് എക്സിനെ നമ്മൾ എന്ത് ചെയ്യുക?
ഇ റേസ് ടു ഐ ഒമേഗ എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് അതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അതാണ് ആ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പാണ് അടുത്ത് കൊടുത്തിട്ടുള്ളത്. ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ ഇൻറ്റു ഡോ എക്സ് സ്ക്വയർ ഓഫ് എക്സ് ടി, അല്ലെങ്കിൽ നമുക്ക് ഡോ സ്ക്വയർ വൈ ഓഫ് എക്സ് ടി ബൈ ഡോ എക്സ് സ്ക്വയർ ഇ റേസ് ടു ഇൻറ്റു ഇ റേസ് ടു ഐ ഒമേഗ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 1 ബൈ ന്യൂ സ്ക്വയർ ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ ഇൻറ്റു എക്സ് ഡോ ടി സ്ക്വയർ ഓഫ് എക്സ് ടി ഇൻറ്റു ഇ റേസ് ടു ഐ ഒമേഗ എക്സ് ഡി എക്സ്. നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ഓഫ് ഐ ആൽഫ ഹോൾ സ്ക്വയർ ഇൻറ്റു വൈ ഓഫ് ആൽഫ ടി ഇസ് ഈക്വൽ ടു 1 ബൈ ന്യൂ സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ ഓഫ് ആൽഫ ടി. നമ്മൾ എക്സ് എന്നായിരുന്നു വൈ ഓഫ് എക്സ് ടി എന്നുള്ളതായിരുന്നു നമ്മൾ ഇത്ര കൊടുത്തത്. ഇനി നമ്മൾ ആൽഫ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ദെൻ ഹിയർ വി ഹാവ് യൂസ്ഡ് വൈ ഓഫ് ആൽഫ ടി ഇസ് ഈക്വൽ ടു 1 ബൈ റൂട്ട് 2 പൈ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി വൈ ഓഫ് എക്സ് ടി ഇൻറ്റു ഇ റേസ് ടു ഐ ഒമേഗ എക്സ് ഡി എക്സ് എന്ന് കൊടുക്കണം. നമ്മൾ നേരത്തെ ഇക്വേഷൻ 3 നോക്കുക. ഇക്വേഷൻ 3ൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത പാർട്ട് ഫുള്ള് വാനിഷ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ഇക്വേഷൻ 3 ഇതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത ഈ പാർട്ട് ഫുള്ള് നമ്മൾ എക്സ് ടെൻസ് ടു പ്ലസ് ഓർ മൈനസ് ഇൻഫിനിറ്റി കൊടുത്തപ്പോൾ വാനിഷ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അത് മീൻ ചെയ്യണത് എന്താണ്? വേവ് ഒരിക്കലും ഇൻഫിനിറ്റിയിലേക്ക് ഒരിക്കലും വേവ് പോകണില്ല. ആസ് നോ ഡെറിവേറ്റീവ്സ് വിത്ത് റെസ്പെക്ട് ആൽഫ അപ്പിയർ. അതേപോലെ തന്നെ വിത്ത് റെസ്പെക്ട് ടു ആൽഫയ്ക്ക് റെസ്പെക്റ്റ് ആയിട്ട് ഒരു ഡെറിവേറ്റീവ്സ് അവിടെ വരണില്ല. അപ്പോൾ നമുക്ക് ഇക്വേഷൻ 8 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. മാത്രമല്ല ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ വേറൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ലീനിയർ ഓസിലേറ്റർ ഇക്വേഷനാണ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു ഇതൊരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രാൻസ്ഫോർമേഷന് നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ആദ്യം തുടങ്ങിയത് ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്നായിരുന്നു. ആ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരുന്നു ഡോ സ്ക്വയർ വൈ ബൈ ഡോ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 ബൈ ന്യൂ സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ എന്ന് പറഞ്ഞ ഈ ഇക്വേഷൻ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനായി ട്രാൻസ്ഫോം ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ ഒരു സിഗ്നിഫിക്കൻറ്റ് അച്ചീവ്മെൻ്റ് ആണ് ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനായിട്ട് കൺവേർട്ട് ചെയ്യുക അല്ലെങ്കിൽ ട്രാൻസ്ഫോം ചെയ്യുക എന്ന് പറയുന്നത്. ഇനി നമ്മളെ ഇക്വേഷൻ നമ്പർ 8 എന്തായിരുന്നു? മൈനസ് ഐ ആൽഫ സ്ക്വയർ വൈ ഓഫ് ആൽഫ ടി ഇസ് ഈക്വൽ ടു 1 ബൈ ന്യൂ സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ വൈ ബൈ ഡോ ടി സ്ക്വയർ ഓഫ് ആൽഫ ടി എന്ന് പറയുന്നതിന് നമ്മൾ ഇനീഷ്യൽ കണ്ടീഷൻസ് കൊടുത്തിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടി പോവാണ്. അറ്റ് ടി ഈക്വൽ ടു 0 at t tends to 0 at t equal to 0 അപ്ലൈ നമ്മൾ ഇക്വേഷൻ 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y ഓഫ് x0 is equal to f of x. അത് നമ്മൾ ഇക്വേഷൻ 8ൽ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇക്വേഷൻ 9 എന്ന് പറയുന്ന y ഓഫ് ആൽഫ ടി is equal to 1 by root 2 pi ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി y ഓഫ് എക്സ് ടി ഇൻറ്റു ഇ റേസ് ടു ഐ ഒമേഗ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്തിട്ട് y ഓഫ് ആൽഫ 0 is equal to 1 by 2 pi integral minus infinity to infinity f of x e raised to I alpha x dx which is equal to f of alpha എന്ന് പറഞ്ഞ സൊല്യൂഷൻ കിട്ടും നമുക്ക്. ഇനി നമുക്ക് ഇക്വേഷൻ 8ൻ്റെ ജനറൽ സൊല്യൂഷൻ എക്സ്പോണൻഷ്യൽ ഫോമിലുള്ള ജനറൽ സൊല്യൂഷൻ നമുക്ക് കിട്ടണം. അതാണ് y ഓഫ് ആൽഫ ടി ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ആൽഫ ഇൻറ്റു ഇ റേസ് ടു പ്ലസ് ഓർ മൈനസ് ഐ ന്യൂ ആൽഫ ടി എന്ന് പറഞ്ഞിട്ടുള്ള ഈ 11th ഇക്വേഷൻ. ഇനി നമ്മൾ ഇൻവേർഷൻ ഫോർമുല നമ്മൾ കഴിഞ്ഞ ടോപ്പിക്കിൽ പഠിച്ച ഇൻവേർഷൻ ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ അടുത്ത ഇക്വേഷൻ എഴുതാൻ പോവാണ്. ഇൻവേർഷൻ ഫോർമുല എന്തായിരുന്നു? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 by root 2 pi integral minus infinity to infinity g of omega e raised to minus I omega x d omega. We have y of xt is equal to 1 by 2 pi integral minus infinity to infinity y of alpha t e raised to I alpha x d alpha. And by equation 10 എന്തായിരുന്നു? y of alpha 0 is equal to 1 by 2 pi integral minus infinity to infinity f of x into e raised to I alpha x dx equal to f of alpha എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്കിവിടെ y of xt is equal to 1 by 2 pi integral minus infinity to infinity
എഫ് ഓഫ് ആൽഫ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ആൽഫ എക്സ് പ്ലസ് ഓർ മൈനസ് ന്യൂ ടി എന്ന് പറഞ്ഞ് എഴുതാം. ടി ഇൻറ്റു ഡി ആൽഫ എന്ന് പറഞ്ഞ് എഴുതാം. എന്താണ് വൈ ഓഫ് എക്സ് ടി ഈസ് ഈക്വൽ ടു 1/2π ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് ആൽഫ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ആൽഫ എക്സ് പ്ലസ് ഓർ മൈനസ് ന്യൂ ടി ഇൻറ്റു ഡി ആൽഫ എന്ന് പറഞ്ഞ് എഴുതാം. അപ്പോൾ ഇവിടെ ഉള്ളൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എഫ് ഓഫ് ആൽഫയുടെ ഫോറിയർ ഇൻവേഴ്സ് ട്രാൻസ്ഫോർമേഷനാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് വൈ ഓഫ് എക്സ് ടീനെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? വൈ ഓഫ് എക്സ് ടി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു പ്ലസ് ഓർ മൈനസ് ന്യൂ ടി എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ആ ഇക്വേഷൻ്റെ സോൾവ് ചെയ്യാനുള്ളത്. ഇതാണ് അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. വൈ ഓഫ് എക്സ് ടി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ഓർ മൈനസ് ന്യൂ ടി എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ വേറൊരു എന്താ പറയുക അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ളൊരു പ്രോബ്ലത്തിൻ്റെ ഡിഗ്രി ഓഫ് ട്രാൻസെൻഡൻസ് എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് ഈ ഫോറിയർ ട്രാൻസ്ഫോം വഴി സാധിക്കും എന്നാണ് പറയുന്നത്. അതൊക്കെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഒന്ന് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനായിട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. അതുവഴി ഒരു പ്രോബ്ലത്തിൻ്റെ ഡിഗ്രി ഓഫ് ട്രാൻസെൻഡൻസ് റെഡ്യൂസ് ചെയ്യാനും സാധിക്കും.